ഫൈസൽ ഉസ്താദിന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. 1 മിനിറ്റ് എടുത്ത് ചോദ്യം. ഓക്കെ. ഇവിടെ ഒരു മൊണാർക്കിയൽ മോഡൽ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാധനം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അങ്ങനെ അല്ലെങ്കിൽ അത് തിരിച്ചാൽ മതി. അപ്പൊ ഇവിടെ പിതാവാണ് ഏകദൈവം എന്ന് പറയുന്നു. പിതാവിന്റെ സത്തയിൽ നിന്നിട്ട് പുറപ്പെട്ട, അല്ലെങ്കിൽ അതാണ് ഈ പറഞ്ഞ ബിഗോട്ടനായിട്ടുള്ള പുത്രൻ, അതിൽ നിന്ന് പ്രൊസീഡ് ആയിട്ടുള്ള പരിശുദ്ധാത്മാവ്. അപ്പൊ ആരാണ് അൾട്ടിമേറ്റ് കോസ്? ചോദ്യം ഇതാണ്, ആരാണ് അൾട്ടിമേറ്റ് കോസ്? ഒരു കാര്യത്തിന്റെ ഇതിന്റെ അൾട്ടിമേറ്റ് കോസ് ആരാണ്? ആ അൾട്ടിമേറ്റ് കോസ് ഈ ക്രിയേഷന് നിദാനമായിട്ടുള്ള, അതിൻ്റെ ഇടയിൽ സെക്കൻഡറി കോസുകൾ നമ്മൾ പരിഗണിക്കുന്നില്ല. അൾട്ടിമേറ്റ് കോസ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള അൾട്ടിമേറ്റ് കോസ് ആരാണ്? അപ്പൊ അതേപോലെ എറ്റേണൽ ആണെങ്കിൽ പോലും ബിഗോട്ടനാണ് എന്ന് പറയാൻ ഒരൊറ്റ സത്ത അവിടെ നിലനിൽക്കുന്നു, ഏത് കാലത്തും നിലനിൽക്കുന്നു, ഏതൊരു കാലത്തും നിലനിൽക്കുന്നു. അപ്പോ എറ്റേണൽ ആണെന്ന് പറയുമ്പോൾ സത്താപരമായ വ്യത്യാസം, എക്സിസ്റ്റൻഷ്യൽ ഡിഫറൻസ് അവിടെ വരില്ലേ? അങ്ങനെ വരില്ലെങ്കിൽ ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ഈ ഡിസ്റ്റിങ്ഷൻ, എസൻസ് ഒരേപോലെ ആകുമ്പോൾ തന്നെ ഈ ഡിസ്റ്റിങ്ഷനെ നിങ്ങൾ പരിഗണിക്കുന്നത്? അപ്പോ ക്രിയേഷൻ ആരാണ് അൾട്ടിമേറ്റ് കോസ് എന്നുള്ളതാണ്. 2, ബിഗോട്ടൻ എന്ന് പറയുമ്പോൾ സത്താപരമായ വ്യത്യാസം തന്നെ വരുന്നില്ലേ? ഒന്ന് ബിഗോട്ടൻ ആണ് എന്ന് പറയും, മറ്റത് അൺബിഗോട്ടൻ ആണെന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻറ്റ് വന്നല്ലോ. ആ ഡിഫറൻറ്റിന്റെ ക്രൈറ്റീരിയ എന്താണ്? മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പുരാതന യാക്കോബായക്കാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സകല മാനുഷിക ചലനങ്ങൾക്കും വിചാരങ്ങൾക്കും ബോധങ്ങൾക്കും മറഞ്ഞ് അതീതനായി സ്ഥിതി ചെയ്യുന്ന അദൃശ്യനായ കർത്താവിന് സ്തുതി. അവൻ സ്വയം സ്ഥിതനും സ്വയം അറിയുന്നവനും സ്വയം പര്യാപ്തനുമാകുന്നു. അവൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിന്റെയും സൃഷ്ടാവും നിയന്താവുമാകുന്നു. ആരംഭമില്ലാത്തവനും അനന്തമായി നിലനിൽക്കുന്നവനുമാകുന്നു. അനാദ്യന്തവും അപ്രമേയവുമായി സ്വയം സ്ഥിതനാകുന്നു. അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏക സ്വഭാവത്തോടും ഏക അധികാരത്തോടും ഏക മനസ്സോടും കൂടി സത്യദൈവമാകുന്നു. ന്യൂമ കൂടാതെ അവൻ്റെ ഒരു നാമമില്ല. ന്യൂമ മറ്റൊരു ന്യൂമയേക്കാൾ ചെറുതോ പ്രായം കൂടിയതോ അല്ല. വലിപ്പത്തിലോ ചെറുപ്പത്തിലോ ന്യൂമകൾക്ക് അന്തരമോ വ്യത്യാസമോ ഇല്ല. യാതൊരു ന്യൂമയും നാമവും അവന്റെ നിത്യതയിൽ നിന്ന് ചെറുതോ അന്യമോ അല്ല. പിതാവ് എന്ന് പറഞ്ഞാൽ പുത്രനും റൂഹയും അവനിൽ നിന്നുള്ളവരാകുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവും റൂഹയും അവൻ മൂലമാകുന്നു. റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു. പിതാവ് ജനകനാകുന്നു, ജനിച്ചവനല്ല. പുത്രൻ ജനിച്ചവനാകുന്നു, ജനകനല്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിൽ നിന്ന് എടുക്കുന്നവനും പിതാവിന് സമസ്വഭാവിയും സമനിത്യതയുള്ളവനുമാകുന്നു. ഇതാണ് പ്രാർത്ഥനയിൽ ഉള്ള കൺഫെഷൻ. അപ്പൊ വളരെ വ്യക്തമായിട്ട് പിതാവായ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും പുറപ്പെടുന്നവനും, പിതാവിൽ നിന്ന് ജനിച്ച പുത്രനും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന റൂഹയും ആണ്. അപ്പം ഞങ്ങൾ കാണുന്ന പൗരസ്ത്യ സഭകൾ കാണുന്ന വൺനെസ് ഇൻ ട്രിനിറ്റി എന്നുള്ളത്, വി സീ ദാറ്റ് വൺനെസ് ഇൻ ദ ഫാദർ. പിതാവിലാണ് ആ ഏകതയെ ദർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏകദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതേസമയം തന്നെ സമയങ്ങൾക്ക് മുമ്പാണ്, കാലങ്ങൾക്ക് മുമ്പാണ്, അതാണ് എല്ലാ ക്രൈസ്തവരുടെയും ഏറ്റുപറച്ചിൽ പറയുന്നത്, സകല ലോകങ്ങൾക്കും മുമ്പ് അല്ലെങ്കിൽ സകല കാലങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ച പുത്രനും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹായും. എന്നാൽ എല്ലാ കാലത്തും ഈ ഒരു റിലേഷൻഷിപ്പിലാണ് ഈ ദൈവം നിലനിൽക്കുന്നത്, അല്ലാതെ വിത്തൗട്ട് ഹാവിങ് എനിവൺ ടു ടോക്ക് ഓർ ഇന്ററാക്ട്. അപ്പൊ ദൈവത്തിന് എന്തില്ല, ഒരു ഇന്റർപേഴ്സൺ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ പറയുന്ന ഒരു അൺകോംപ്രമൈസിങ് യൂണിറ്റി എന്ന് പറയുന്നത് അതെന്താണ്? അത് ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വ്യക്തിയാണെന്ന് അംഗീകരിച്ചു. അപ്പം ഇത് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ്? ഒരു വ്യക്തി നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, അല്ലാതെ എങ്ങനെയാണ് വ്യക്തി നിലനിൽക്കുന്നത്? അപ്പൊ അള്ളാഹു ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരു ഒബ്ജക്ടിവിറ്റി, ഒരു സബ്ജക്ടിവിറ്റി, പിന്നെ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ conceptual categories. How can he do all these things? അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് വ്യക്തിയാകാൻ പറ്റുന്നത്? അപ്പൊ നിങ്ങൾ അടിസ്ഥാന മനഃശാസ്ത്രത്തിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ നിർവചനം പഠിക്കുമ്പോൾ അള്ളാഹുവിന് ഒരിക്കലും ഏകനായിരുന്നുകൊണ്ട് ഒരു വ്യക്തിയാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രിനിറ്റേറിയൻ വിശദീകരണത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായി നിലനിൽക്കുന്നു ആ ഒരു ബന്ധത്തിൽ. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമുള്ളവനാകുന്നു എന്നല്ല, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഹാസ് ലവ് എന്നല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അള്ളാഹ് ഹാസ് സം കൈൻഡ് ഓഫ് ലവ്. വി കൺഫസ് ദാറ്റ് ഗോഡ് ഈസ് ലവ്.